അതായത് രാവിലെ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പോൾ വന്നു വിചാരിച്ചോ. അതായത് ജസ്റ്റ് ഈ സിനാരിയോ എടുക്കുക, ഗ്യാപ്പ് അപ്പോൾ വരുന്നു, ഇവിടെ വന്നിട്ട് ടാപ്പ് ചെയ്യുന്നു വിചാരിച്ചോ. അത് കഴിഞ്ഞ് 49,748 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ 50,128 ഒരു ടാർഗറ്റ് ഉണ്ട്. ഇഫ് ഇൻ കേസ് ഫോൺ വഴിക്ക് ഇവിടെയും വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 49,862 വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും വരെ ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ഓർഡേഴ്സ് കളക്ട് ചെയ്യാനുള്ള കാരണം വെയിറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഇവിടെ പോകുന്നു, ടാപ്പ് ചെയ്യുന്നു, ഇവിടെ വരുന്നു, ഈ 50,136 ഇതിൻ്റെ സെൻറ്ററിൽ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ ഓബി ഉണ്ടാക്കി ഇവിടെ റീട്രേസ് ചെയ്ത് വന്ന് 49,862 വന്ന് ടാപ്പ് ചെയ്തിട്ട് 49,862 വന്ന് ടാപ്പ് ചെയ്യുന്നു. 49,862 വന്ന് ടാപ്പ് ചെയ്യുന്നു, നേരെ മേളിലേക്ക് പോയിട്ട് ഈ ടാർഗറ്റ് അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് വരുന്നു. 50,37 ഒരു ടാർഗറ്റ് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് മേളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തവണ ടാപ്പ് ചെയ്യുന്നു. 50,139 അവിടെ ടാപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ നിന്ന് ബുള്ളിഷ് മേളിലേക്ക് പോകും. ഈ സിനാരിയോ ആണ് ഈ മാർക്ക്. ഓക്കെ ഓക്കെ ഇപ്പം നമ്മളിതിൽ മാർക്ക് ചെയ്യേണ്ട ഏരിയ 50,136, 39, 49,822, 49,748, പിന്നെ 50,615. ഓക്കെ, ഇത്ര ഏരിയ മാർക്ക് ചെയ്ത് വെക്കുക. ഇഫ് ഇൻ കേസ് ഫസ്റ്റ് തന്നെ മാർക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴോട്ടേക്ക് നോക്കാം. താഴോട്ടേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 49,876 ഇത് റിട്രേസ് ചെയ്ത് മേലേക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേലേക്കോ, ബാക്കിയെല്ലാം സെയിം കാര്യമാണ്. പിന്നെ വേറൊരു പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 49,822 വർക്ക് ചെയ്യേണ്ടിരുന്നു കഴിഞ്ഞാൽ താഴോട്ട് വരും. താഴോട്ട് വന്നിട്ട് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അത് 49,758 താഴെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 49,558 ഒരു ടാർഗറ്റ് ഉണ്ട്. ഈ 558 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പോയിന്റാണ്. അവിടെ ഒന്നെങ്കിൽ ചിലപ്പോൾ താഴോട്ട് പോയിട്ട് പക്ക അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മേളിലേക്ക് സെയിം രീതി തന്നെ എടുത്തെടുത്ത് പോകും. അതായത് 49,758 ടാപ്പ് ചെയ്യുന്നു, 822 ടാപ്പ് ചെയ്യുന്നു, ലാസ്റ്റ് നമ്മൾ ടാർഗറ്റ് പോയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയും വരെ പോകും. എവിടെ വരെ? ഈ സെൻറ്ററിലേക്ക് എത്തില്ല. 139 തന്നെ ഇവിടെ എത്തിയിട്ട് ഇവിടെ പോകുന്നു. മേ ബി ഒരു സിനാരിയോ ഉണ്ട്. അതായത് മാർക്കറ്റ് നേരെ ഒരു ഇതുപോലെ ഇവിടെ പോകുന്നു, 136 പോകുന്നു, 49,758 ടാപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് വീണ്ടും സെയിം സിനാരിയോ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് നാളെ കാണുന്ന സിനാരിയോസ്. ഗ്യാപ് ഡൗൺ ആവാണ്ടിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഏരിയ നല്ല പക്കാ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 49,108, അത് പൊട്ടിക്കഴിഞ്ഞാൽ 49,845, ലാസ്റ്റ് 48,713. ഓക്കെ, ഇന്ന് പ്രീമിയത്തിൻ്റെ ലെവൽ ഇതൊക്കെ ഗ്രൂപ്പിലിടുന്നുണ്ട്. പിന്നെ നിഫ്റ്റിയുടെ വരച്ചിട്ടില്ല, അതെന്തായാലും നാളത്തേക്ക് ചെയ്യാം. ഇന്നിപ്പോൾ എന്തായാലും തട്ടിക്കൊട്ട് സംഭവം വേണ്ടി വരുന്നു, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തു.